നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്ന 7 ദിവസത്തിനകം ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന 5 നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും വരുന്ന 7 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങളും അതുപോലെ തന്നെ ഇവരുടെ കഷ്ടകാലങ്ങളും ഒക്കെ മാറിപ്പോവുകയാണ്. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്. അതുപോലെ ഇവരെ വേദനിപ്പിച്ചവരും അതുപോലെ തന്നെ ഇവർ വേദനിക്കാൻ കാരണക്കാരായവർക്കും ഒക്കെ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം വരുന്നു. ഈ 5 നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അപ്രകാരം അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയുള്ള, ചെയ്യുന്ന എല്ലാ കാര്യത്തിലും 100% വിജയമുള്ള ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ തന്നെയാകുന്നു തിരുവാതിര നക്ഷത്ര ജാതകരെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടുന്നെങ്കിലും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അകലണം എന്ന് മാറി ചിന്തിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരും ഈ നക്ഷത്ര ജാതകർക്ക്. അതുപോലെ തന്നെ പഴയതും പുതിയതുമായ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിൽ നിന്നും ഒരുപാട് മാറ്റം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. വേദനിപ്പിച്ചവർക്കൊക്കെ തീർച്ചയായിട്ടും കണ്ണുനീരും പ്രയാസവും ഒക്കെയാണ് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലൊക്കെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കടഭാരങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരും. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ സകല പ്രയാസങ്ങൾ മാറി ഒത്തിരി അനുഗ്രഹമാണ് ഇവർക്കായിട്ട് നിങ്ങളുടെ ഇഷ്ട ഭഗവാൻ ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാനായിട്ട് ഒരുപാട് സഹായകരമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉപജീവന മാർഗങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വരുന്ന 7 ദിവസത്തിനകം വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ അവിട്ടം നക്ഷത്ര ജാതകരാണ്. സാമ്പത്തികപരമായി പല മേഖലയിൽ തകർന്നു നിൽക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൻ ഉയർച്ച സാധ്യമാകുവാനായിട്ട് പോവുകയാണ്. വെല്ലുവിളികളെയും വേദനകളെയും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം നേടുവാനായിട്ട് സാധിക്കും. ഈ 7 ദിവസത്തിനുള്ളിൽ ഒരു മഹാഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. നാലാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. വരുന്ന ഈ ഓണം നാളിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വാരിക്കൂട്ടാൻ പോകുന്ന ഒരു നക്ഷത്ര ജാതകരാകുന്നു ഈ നക്ഷത്ര ജാതകർ. ഇവരുടെ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഏറ്റവും അവസാനത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് ഉത്രം നക്ഷത്ര ജാതകരാണ്. പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തി വരുന്ന 7 ദിവസത്തിനകം ജീവിതത്തിൽ ഒരു സൗഭാഗ്യം നേടുവാനായിട്ട് യോഗമുള്ള ഒരു പ്രധാന നക്ഷത്ര ജാതകരാകുന്നു ഈ ഉത്രം നക്ഷത്ര ജാതകർ. തീർച്ചയായിട്ടും ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെ ഇവരുടെ ജീവിതം നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ആ 5 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.